വാഴ്ത്തിടുന്നു നന്ദിയോടറിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ. ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവദേവ പാഹി മമ മഹേശ, ജീവനാഥ ദേവദേവ പാഹി മമ മഹേശ. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയാം, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ. ഗംഭീരമായി മുഴങ്ങിടും വമ്പിത സമുദ്രം, ഗംഭീരമായി മുഴങ്ങിടും വമ്പിച്ച സമുദ്രം. തമ്പുരാന്റെ വാക്കിനങ്ങു കീഴ്പ്പെടും മഹേശ, തമ്പുരാന്റെ വാക്കിനങ്ങു കീഴ്പ്പെടും മഹേശ. ഊറ്റമായടിക്കും കൊടുങ്കാറ്റിനെയും തന്റെ, ഊറ്റമായടിക്കും തന്റെ കാറ്റിനെയും തന്റെ ശ്രേഷ്ഠകരം തന്നിൽ വഹിച്ചിടുന്ന മഹേശ, ശ്രേഷ്ഠകരം തന്നിൽ വഹിച്ചിടുന്ന മഹേശ. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയാം, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ. വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന, വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന അക്ഷരനാം ദേവദേവ പാഹി മമ മഹേശ, അക്ഷരനാം ദേവദേവ പാഹി മമ മഹേശ. ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും നന്മഴയും നൽവയിലും നൽകുന്ന മഹേശ, നന്മഴയും നൽവയിലും നൽകുന്ന മഹേശ. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയാം, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആട്ടുമോദമോടെ. സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനും യോഗ്യനായ കീർത്തിതൻ മഹേശ, സ്തോത്രത്തിനും യോഗ്യനായ കീർത്തിതൻ മഹേശ. ഭൂലോകം നിന്റെ പാദം തന്നിൽ വണങ്ങിടും, ഭൂലോകം നിന്റെ പാദം തന്നിൽ വണങ്ങിടും. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട പകൽക്കാലമാണ്. എത്ര നന്ദി കൊടുത്താലും മതി വരത്തില്ല. അത്രമേൽ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മേൽ ചില അധികാരങ്ങളും ചില ദൗത്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അല്പനിമിഷം ധ്യാനിപ്പാൻ 37-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവരുടെ വാൾ അവരുടെ ഹൃദയങ്ങളിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ആരുടെ വില്ലുകൾ? ദുഷ്പ്രവർത്തിക്കാരുടെ വില്ലുകൾ. ആമേൻ. ദാവീദിന് നേരെ ദുഷ്പ്രവർത്തികളെ അഴിച്ചുവിടുന്ന, ദുഷിക്കുന്ന, ദാവീദിനെ തകർത്ത് കളയുന്ന വാക്കുകളാൽ ദാവീദിനെ ഒടിച്ചു കളയാൻ, ഒതുക്കിക്കളയാൻ ചില സംഘങ്ങൾ മുമ്പിലോട്ട് സംഘടിപ്പിക്കുമ്പോൾ ദാവീദ് പറയുന്നു, അവരുടെ വാൾ അവരുടെ ഹൃദയങ്ങളിൽ തന്നെ കടക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വാളുകളും കുന്തങ്ങളുമായി ദാവീദിന്റെ പിന്നാലെ പാഞ്ഞടുക്കുമ്പോൾ അവൻ എന്താ തെറ്റാ ചെയ്തേ? ദാവീദ് എന്ത് തെറ്റാ ചെയ്തേ?
ഒരു തെറ്റും ചെയ്തില്ല. പക്ഷേ ദാവീദിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ എന്ത് ചെയ്യരുത്? മുഷിയരുത്. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ ചെയ്യട്ടെ. അവർ നീതിയല്ല ചെയ്യുന്നത്, ഉണ്മയോടെ നിൽക്കുകയല്ല ചെയ്തത്, അവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. അവർ ചെയ്തോട്ടെ. ദൈവം നിന്നെ ഏൽപ്പിച്ച എന്താ അത് നീ ചെയ്യും. പക്ഷെ അവർക്ക് ആയുസ്സില്ല. അവരൊരു പുല്ല് ഉണങ്ങിപ്പോകുന്നത് പോലെ അവർ ഉണങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നീ ഭാരപ്പെടണ്ട. ദൈവമേ, എനിക്ക് നേരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാ, എന്നാൽ ഇന്ന് പകലിൽ എൻ്റെ ജീവിതത്തോട് അവർ വെല്ലുവിളിക്കുന്നു, എൻ്റെ ഭാവി അവർ തകർത്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. വചനം പറയും, നിന്റെ വഴി എന്ത് ചെയ്യണം? യഹോവയിൽ ഭരമേൽപ്പിക്കുക. ആമേൻ. നീ പോകുന്ന വഴികൾ, നീ പോകുന്ന പാതകൾ കർത്താവിലേക്കൊന്ന് ഭരമേൽപ്പിപ്പാൻ ഇന്ന് പകൽക്കാലം ദാവീദിനോട് ചേർന്ന് എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ദൈവമേ, ഇന്ന് പകലിൽ നീ എന്നെ വിളിച്ച് വേർതിരിച്ച് നിന്റെ സന്നിധിയിൽ, നിന്റെ മഹിമാ സന്നിധിയിൽ എന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, ഇതിനൊന്നും ഞാൻ യോഗ്യയല്ല എന്ന് പറയാൻ പറ്റുമോ? കർത്താവാണ് എല്ലാം ചെയ്യുന്നത്, ഭംഗിയായി ചെയ്യും. പൗലോസ് പറയുന്നു, ശുശ്രൂഷ നൽകിയത് ദൈവമാണ്. ആമേൻ. അപ്പൊ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹാദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ ദാവീദ് പറയുന്നത്, അവരുടെ വാൾ അവരുടെ ഹൃദയങ്ങളിൽ തന്നെ കടക്കും. അവർ നിനക്കെതിരെ കൊണ്ടുവരുന്ന സകലതും, ആമേൻ, ഗോലിയത്തല്ല, ഇനി ശൗലല്ല, ഇനി ഏതൊക്കെ വ്യക്തിയാണെങ്കിലും അവിടെ എല്ലാം നീ മിണ്ടാതെ നിന്നാൽ മതി. അവിടെ എല്ലാം മൗനം പാലിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു വലിയ ദൈവപ്രവൃത്തി കൂടാരങ്ങളിൽ വെളിപ്പെടുത്തും. കർത്താവിൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിൽ തന്നെ നീ രസിക്കണം. നിന്റെ സന്തോഷങ്ങളും ആഘോഷങ്ങളും ദൈവത്തിലായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, അഭിഷിക്തമാരെ, ആമേൻ, നിന്റെ ജീവിതത്തിലേക്ക് ദുഷ്ടൻ തള്ളിവിടുന്ന എല്ലാ പ്രയാസങ്ങളും ഇന്ന് പകലിൽ അഴിച്ചു മാറ്റുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒന്നൊന്നായിട്ട് തകർത്ത് ഉടച്ചു കളയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകം എന്തോ പറയട്ടെ, വിശ്വാസ കുടുംബങ്ങൾ എന്തോ പറയട്ടെ, പ്രസ്ഥാനങ്ങൾ നിന്നെ നോക്കി എന്തോ വിളിച്ചു പറയട്ടെ, അവിടെയും ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അസൂയാലുക്കൾ എന്തോ പറയട്ടെ, ദുഷ്പ്രവർത്തിക്കാർ എന്തോ പറയട്ടെ, അവർ പ്രവർത്തിക്കട്ടെ. എന്നാൽ സൗമ്യത ഉള്ളവർ ഭൂമി എന്ത് ചെയ്യും? കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ എപ്പോഴും സൗമ്യനായിരിക്കുക. പറയുന്നതെല്ലാം കേട്ട് മൗനമായി ഹൃദയത്തിൽ കർത്താവിനെ രസിച്ച് ആനന്ദത്തോടും പാട്ടും ആരാധനയും കൂടെ കൊണ്ട് മുമ്പിലോട്ട് പോകുമെങ്കിൽ ദുഷ്ടന്റെ അണപ്പലിനെ അടിച്ച് തെറിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. എല്ലായ്പ്പോഴും മിണ്ടാതിരിക്കുന്ന ദൈവം അല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് ബന്ധോ സ്വന്തോ ഒന്നും പ്രശ്നമല്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അയ്യോ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ സഹോദരനാണല്ലോ, എൻ്റെ ഭാര്യയാണല്ലോ, എൻ്റെ മക്കളാണല്ലോ, ഒരു വിഷയവും ഇല്ല. ദൈവം, ആമേൻ, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നവനെയാണ് ദൈവത്തിന് ഇഷ്ടം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി അറിയിക്കുന്ന ദൂത്, ആമേൻ, ഹല്ലേലൂയ, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. നീ മിണ്ടാതിരുന്നാൽ മതി. നിനക്കെതിരെ എത്ര വില്ലാളികൾ എണീറ്റാലും ഒന്നൊന്നായി ഒടിഞ്ഞു മാറുന്നത് കാണാൻ കഴിയും, തകർന്നു വീഴുന്നത് കാണാൻ കഴിയും. കർത്താവിലേക്കൊന്ന് ഏൽപ്പിക്കാം. ആമേൻ. ഈ ചൊവ്വാഴ്ച പകലിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ആ കർത്താവിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വായിച്ചത്, അവരുടെ, ആമേൻ, വാൾ അവരുടെ ഹൃദയങ്ങളിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. ആമേൻ. ദാവീദിനെ തകർക്കാൻ എത്രയോ പേർ, ഒത്തിരി അനുഭവത്തിൽ കൂടെ വന്ന മനുഷ്യനാ, പക്ഷേ നിൽക്കാൻ അനുവദിക്കത്തില്ലെന്നേ.
ദുഷ്ടൻ ചാടി വീഴുകയില്ലേ? ഒരു കഴുകൻ ആമേൻ കോഴിക്കുഞ്ഞിൻ്റെ പുറത്ത് ചാടി വീഴുന്നത് പോലെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആമേൻ അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, കർത്താവ് നിങ്ങളുടെ നടുവിൽ ഒരു വലിയ അത്ഭുതം ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്കെതിരെ കൊണ്ടുവന്ന വാളുകൾ, നിങ്ങൾക്കെതിരെ കൊണ്ടുവന്ന പ്രയാസങ്ങൾ, അതെല്ലാം ഇന്ന് പകൽക്കാലം ഉടഞ്ഞു മാറുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ. കരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവ് മാനിക്കണം. അവർക്ക് നേരെ വരുന്ന ചില വാളുകൾ, അവർക്ക് നേരെ വരുന്ന ചില വില്ലുകൾ, അമ്പുകൾ, അതെല്ലാം ഇന്ന് പകൽക്കാലം ഒടിഞ്ഞു മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികളുടെ മേൽ കൈവയ്ക്കണമേ അപ്പ, സൗഖ്യപ്പെടുത്തണമേ, ദൈവകൃപയിൽ പൊതിയണം. അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.